CPM വയനാട് ജില്ലാ സെക്രട്ടറി ശ്രീ റഫീഖ് കൂടി നമുക്ക് റഫീഖ് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് DCC വയനാട് DC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു. വളരെ കൃത്യമായി പറയുന്നു, IC ബാലകൃഷ്ണൻ വ്യാപകമായി പണപ്പിരിവ് നടത്തി, ND അപ്പച്ചനും വാങ്ങി, പണമെല്ലാം വാങ്ങി, തന്നെ ഇടനിലക്കാരനായി നിർത്തി പണം വാങ്ങിയിട്ട് പണം തിരികെ തരുന്നില്ല, താനും കുടുംബവും വഴിയാധാരമായി, ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ല, പാർട്ടി അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കോൺഗ്രസ് നടത്തിയ കൊലപാതകമല്ലേ ഇത്? തീർച്ചയായിട്ടും ശ്രീമാൻ NM വിജയൻ മരിച്ചതല്ല, അദ്ദേഹത്തെ കൊന്നതാണ് എന്നത് വ്യക്തമാകുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം തന്നെ എഴുതി വെച്ച ആ കത്തുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിൽ IC ബാലകൃഷ്ണനും അതുപോലെ തന്നെ ND അപ്പച്ചനും KPCC നേതൃത്വവുമെല്ലാം അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ ക്രൂരത വ്യക്തമാക്കുന്ന നിലയിലാണ് വന്നിട്ടുള്ളത്. പണത്തിന്റെ ആർത്തിക്ക് വേണ്ടി IC ബാലകൃഷ്ണനും കൂട്ടരും നടത്തിയ വലിയ രൂപത്തിലുള്ള അഴിമതി, അതിന്റെ ഇരയായി, അതിന്റെ പ്രതിസന്ധി മൂലം മരണത്തിന് ഇരയാകേണ്ടി വന്ന NM വിജയൻ അദ്ദേഹം കൃത്യമായി അത് സമൂഹത്തോട് വിളിച്ചു പറയുന്ന രൂപത്തിലാണ് ആ കത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി IC ബാലകൃഷ്ണൻ രാജിവെക്കാൻ തയ്യാറാവണം. IC ബാലകൃഷ്ണനെ ഈ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഇതൊരു കൊല തന്നെയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഗത്യന്തരമില്ലാതെയാണ്. അതിന് കാരണക്കാരൻ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വമാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ചുകൊണ്ടാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. അതോടൊപ്പം തന്നെ അടിയന്തരമായി MLA സ്ഥാനം രാജിവെക്കാൻ വേണ്ടി IC ബാലകൃഷ്ണൻ തയ്യാറാവണം. നേരത്തെ തന്നെ ഇതിന്റെ ഓരോ തെളിവുകളായി പുറത്തു വന്നതാണ്. വളരെ കൃത്യമായി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ തെളിവുകളുണ്ട്. ഇദ്ദേഹം IC ബാലകൃഷ്ണന് വേണ്ടി നടത്തിയിട്ടുള്ള പണമിടപാടിന്റെ പല രേഖകളും പുറത്തു വന്നതാണ്. ആ ഘട്ടത്തിലെല്ലാം ഇതൊന്നും ഒഴിഞ്ഞു മാറി, ഇതൊന്നുമില്ല, ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ്, CPIM-ന്റെ ആരോപണമാണ് എന്നെല്ലാം പറഞ്ഞ് തള്ളിക്കളയാനാണ് ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ ഇതാ കത്ത് തന്നെ, NM വിജയൻ എഴുതി വെച്ച കത്ത് തന്നെ പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹം ഈ ജീവിതകാലം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിച്ച ഒരാളാണ്. അങ്ങനെയുള്ളവരെ പോലും മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് തങ്ങളുടെ സമ്പത്ത് സ്വരുക്കൂട്ടുക എന്നതിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു. എത്രമാത്രം ക്രൂരമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിക്കുന്നതെന്ന് തെളിവാണ്. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ വിഷയമുണ്ടായിട്ടും ഇതുവരെ KPCC നേതൃത്വവും അതുപോലെ എല്ലാത്തിനും പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവും ഒരക്ഷരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതിൽ നിന്ന് വ്യക്തമാകുന്ന അവർ കുറ്റകരമായ മൗനമായിരുന്നു ഇതുവരെ പാലിച്ചിരുന്നെങ്കിൽ അവർക്കുകൂടെ ഉത്തരവാദിത്വമുണ്ട് എന്നതാണ് ഈ കത്തിൽ നിന്നും വ്യക്തമാകുന്നത്. പലതവണ നേതൃത്വത്തെ അറിയിച്ചിട്ടും പരിഹാരമുണ്ടാവാത്ത ഘട്ടത്തിലാണ് ഈ NM വിജയൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് KPCC നേതൃത്വത്തിന് ഉൾപ്പെടെ ഇത് ഈ മരണത്തിന് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ MP പ്രിയങ്ക വാദ്ര എന്ന് പറയുന്നത് AICCയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ഒരു അനുശോചനക്കുറിപ്പ് പോലും NM വിജയന്റെ മരണത്തിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. അപ്പോ അവരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള, അവരുടെ എല്ലാം ഒത്താശയോടുകൂടിയുള്ള സംരക്ഷണമാണ് ഇത്രയും ദിവസം IC ബാലകൃഷ്ണന് ഉണ്ടായിരുന്നതെങ്കിൽ അതെല്ലാം പൊളിഞ്ഞു വീഴുന്ന രൂപത്തിലേക്ക് സത്യം പുറത്തു വന്നിരിക്കുകയാണ്. സത്യം പുറത്തു വന്ന ഈ സാഹചര്യത്തിലെങ്കിലും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാവണം. പോലീസ് അടിയന്തര നടപടി സ്വീകരിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കോൺഗ്രസ് നേതൃത്വം സമൂഹത്തോട് ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറാവണം. വലിയ രൂപത്തിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രചരണം നടത്തുകയാണ് ഇത്രയും ദിവസം. കഴിഞ്ഞ ദിവസമെല്ലാം കോൺഗ്രസിന്റെ നേതൃത്വം T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഇവിടെ പൊതുയോഗം നടത്തി തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറയാനുണ്ടായത്. എന്നാൽ അവർ പറഞ്ഞ തെറ്റായ കാര്യങ്ങളെല്ലാം എത്രമാത്രം തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഇനി ഈ അർത്ഥത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ വയനാട്ടിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുക? ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മരണമല്ല, നിരന്തരമായി കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ് വയനാട്ടിൽ. നമ്മൾ നേരത്തെ കണ്ടതാണ്, പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്യുന്നു. അതിന്റെ ഭാഗമായി KK അബ്രഹാം എന്ന് പറയുന്ന KPCC ജനറൽ സെക്രട്ടറി ജയിലിൽ കിടക്കേണ്ടി വരുന്നു. ആ രൂപത്തിൽ നിരന്തരമായി വയനാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇടത്തരം നേതാക്കന്മാരെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഉൾപ്പെടെ തങ്ങളുടെ അധികാരവും അതുപോലെ തന്നെ സമ്പത്തും സ്വരുക്കൂട്ടുക എന്ന നിലയിലേക്ക് ജില്ലയിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിന് ഒത്താശ ചെയ്യുന്ന രൂപത്തിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കൊലയാളി കോൺഗ്രസ് എന്ന് വിളിക്കാവുന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു.